നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലിരുന്ന് അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ നൽകിയ ഈ വൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥനെ. ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ കർത്താവെ, ഞങ്ങൾ ഇപ്രകാരം അങ്ങേ ആരാധിക്കുമ്പോൾ തുടർന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആരാധനയുടെ ആദ്യവസാനം അവിടെ ദിവ്യമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിയുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 327 ഗീതം, ലിറിക്സ് 327.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതിലെ ഇപ്പോഴും പ്രകാരം തന്നെ. ആമീൻ. തൃത്വത്തിനു സ്തുതി. പേജ് നമ്പർ 34. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മോഹനനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാമത്തിൽ വന്നു വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. ശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ക്രോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്കു സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ഔന്നതനാകുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിൻ്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവികാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും
നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തിയിരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യമില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവ്വത്തിനുമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്നു പ്രാർത്ഥിക്കാം. സർവശക്തി മഹാനുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ വിശുദ്ധങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരാ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ വീഴങ്ങളെ എത്തുന്നവരോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മൂലം നിയമവക്ത പ്രകാരം അനുദമിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാനുള്ള പിതാവേ, നിരക്ഷനാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനി ദൈവത്തോടും നീതിയോടും സ്വഭാവത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുത്വം കൃപ ചെയ്യണമേ. ആമീൻ. കരുണയുള്ള കർത്താവേ, നിരവിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാവമോചനവും സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. വിവാഹം ഉടമ്പടിയുടെ ആഘോഷം. വിവാഹമെന്ന ഉടമ്പടി സ്ഥാപിച്ച സകല കുടുംബങ്ങളിലെ നാഥനായ ദൈവമേ, കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. കുടുംബങ്ങളിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുവാനും തലമുറകൾ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തണലിൽ വളരുവാനും സമൂഹം സുസ്ഥിരടിസ്ഥാനത്തിൽ നിലനിൽക്കുവാനും വിവാഹമാനുള്ള അവസ്ഥയായി എല്ലാവരും അംഗീകരിക്കാനും ഇടയാക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു. ആമീൻ. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. Let us stand for the reading of the word. The lesson for today is Genesis chapter 2 verses 18 to 25. Genesis chapter 2 verses 18 to 25. The Lord God said, "It is not good for the man to be alone. I will make a helper suitable for him." Now the Lord God had formed out of the ground all the wild animals and all the birds in the sky. He brought them to the man to see what he would name them, and whatever the man called each living creature, that was its name. So the man gave names to all the livestock, the birds in the sky, and all the wild animals. But for Adam no suitable helper was found. So the Lord God caused the man to fall into a deep sleep, and while he was sleeping, he took one of the man's ribs, and then closed up the place with flesh. Then the Lord God made a woman from the rib he had taken out of the man, and he brought her to the man. The man said, "This is now bone of my bones and flesh of my flesh. She shall be called woman, for she was taken out of man." That is why a man leaves his father and mother and is united to his wife, and they become one flesh. Adam and his wife were both naked, and they felt no shame. Here ends the lesson. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 127 സങ്കീർത്തനം, Psalms 127. Today's reading is from Psalms 127. If the Lord does not build a house, the work of the builders is useless. If the word does not protect the city, it is useless for the centuries to stand guard.
It is useless to work so hard for a living, getting up early and going to bed late. For the Lord provides for those He loves while they are asleep. Children are a gift from the Lord. They are a real blessing. The sons a man has when he is young are like arrows in a soldier's hand. Happy is a man who has many such arrows. He will never be defeated when he meets his enemies in the place of judgment. This is the word of the Lord. സക്രിയാവിൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ഏറ്റിച്ചൊല്ലാം. പേജ് നമ്പർ 47, ബെനഡിക്റ്റ്സ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്നെ വിശുദ്ധവാദനം അറിയിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പായിക്കുന്ന എവിടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ദാസനായ ദാവീദിന്റെ കത്ത് നമുക്ക് രക്ഷയുടെ മുമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമ്പിൽ വിശുദ്ധിയിൽ നീതി നിന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നമ്മുടെ സത്യവും പരിശുദ്ധിയും ഓർത്തുകൊണ്ടുമാകുന്നു. നീയോ പൈതല്യത്തിനെതിരെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ അധിരണയാൽ നമ്മുടെ ജനത്തിന് പാവമോചനത്തിന് രക്ഷാനും കൊടുക്കാനുമായി നീ മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആഗ്രഹയാൽ ഉയർത്തുന്നതിനെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതിൽ ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. Hebrews chapter 13 verse 1 to 6. Hebrews chapter 13 verse 1 to 6. Keep on loving one another as Christian brothers. Remember to welcome strangers in your homes. There were some who did that and welcomed angels without knowing it. Remember those who are in prison as though you were in prison with them. Remember those who are suffering as though you were suffering as they are. Marriage is to be honored by all, and husbands and wives must be faithful to each other. God will judge those who are immoral and those who commit adultery. Keep your lives free from the love of money and be satisfied with what you have, for God has said, I will never leave you, I will never abandon you. Let us be bold then and say, the Lord is my helper, I will not be afraid. Why can anyone do to me? Thanks be to God. സഭയുടെ പാട്ട് നമുക്ക് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 52, TDM. ദൈവമേ എന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. പിതാവായി നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അതിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സറാപ്പോളും നിന്നെ നോക്കി ഇടാതാർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവാസം നിന്നെ സ്തുതിക്കുന്നു. അജമാടത്തുസിനെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ സൈന്യനെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മുതലായ നിന്നെ വന്യ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലാവരും അനുസരിച്ചു കൊള്ളുന്നു. നിമത്തിന്റെ രാജാവാകുന്നു, നിതാവിനെ പുത്രനാകുന്നു. മനുഷ്യരക്ഷിപ്പാൽ നീ ഫലമറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വർത്തില്ല. മണത്തിനെ മുറിച്ച് വെച്ചപ്പോൾ വിശ്വാസി രാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധി കർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകിയ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തതിനാൽ നിടയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എന്നേക്കുള്ള മൊത്തത്തിൽ വിശുദ്ധന്മാരുടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ പരിചിന്നേക്ക് അവരെ ഉയർത്തണമേ. നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസ്ഥാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ പാവം കൂടാതെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ ആശിക്കുന്ന പ്രകാരം ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു.
ഞാനൊരിക്കലും ലജ്ജപ്പെടരുതേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് മാത്യു ചാപ്റ്റർ 19 വേഴ്സസ് 3 to 6. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് സ്നേഹവും ബഹുമാനമുള്ള റവറൻ ടിവിൻ മാത്യു ജോസഫ് അച്ഛനാണ്. അച്ഛൻ ഈ നാളുകളിൽ വയലത്തല ഇടവുകാരിയായിട്ട് സേവനം ചെയ്യുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ വളരെ സ്നേഹത്തോട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നതാണ്. അച്ഛനുള്ളതായ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കീർത്തനം 441, ഹിൻ നമ്പർ 441. Glory
ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ആരാധനയിലെ വചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച ബഹുമാനമുള്ള ഹൈദരാബാദ് മലയാളം കോൺഗ്രിഗേഷൻ്റെ വികാരിയും ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള ടി സന്തോഷച്ചനോടുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 24. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ദക്ഷിണേന്ത്യ സഭയുടെ പഞ്ചാംഗം അനുസരിച്ച് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം പെന്തക്കോസ്തിന് പിൻപ് 10-ാം ഞായർ വിവാഹം ഉടമ്പടിയുടെ ആഘോഷം. വിവാഹം ഉടമ്പടിയുടെ ആഘോഷം. മാരേജ് സെലിബ്രേഷൻ ഓഫ് കവനന്റ്. പ്രശസ്തനായ ഒരു ആർച്ച് ബിഷപ്പിന്റെ അഭിപ്രായത്തിൽ ഒരു വിവാഹത്തിന് 3 പേര് വേണമെന്നാണ് പറയുന്നത്. ബ്രൈഡ്, ബ്രൈഡ് ഗ്രൂം ആൻഡ് ഇൻവിസിബിൾ ഗോഡ്. വരനും വധുവും മാത്രമുണ്ടായ വിവാഹം പൂർണ്ണമാകുന്നില്ല. അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. റസൽ സി പ്രോൾ എന്ന ചിന്തകൻ വിമൻ ഇൻ ദ ചർച്ച് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ആദാമിന്റെ ശിരസിൽ നിന്നല്ല ഹവ്വായെ എടുത്തത്, എങ്കിൽ അവൾ അവനെ ഭരിക്കുമായിരുന്നു. അവന്റെ കാൽപാദത്തിൽ നിന്നല്ല അവളെ എടുത്തതെങ്കിൽ അവൾ അവനെ മെതിക്കുമായിരുന്നു. അവളെ അവന്റെ വശത്തിൽ നിന്നും എടുത്തു. അവൾ അവനോട് തുല്യമാകേണ്ടതിന് പാർശ്വത്തിൽ നിന്നെടുത്തു. അവന്റെ കരങ്ങൾക്ക് കീഴെ നിന്നെടുത്തതിനാൽ അവൾ സന്തോഷിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും വേണം. വിവാഹത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വിവാഹത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹ രീതികൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഫോട്ടോഗ്രാഫിയിൽ നിന്നും വീഡിയോഗ്രാഫിയിലേക്ക് വിവാഹം വഴിമാറി. ഫ്രം ഫോട്ടോഗ്രാഫി ടു വീഡിയോഗ്രാഫി. വീഡിയോഗ്രാഫിയിൽ നിന്നും ഇപ്പോൾ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രം ഫോട്ടോഗ്രാഫി ടു വീഡിയോഗ്രാഫി, ഫ്രം വീഡിയോഗ്രാഫി ടു സിനിമാറ്റോഗ്രാഫി. ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു ഫിലിം എങ്ങനെ നിർമ്മിച്ചെടുക്കുന്നുവോ അതേ രീതിയിൽ ഒരു വിവാഹത്തിന്റെ എല്ലാ അംശങ്ങളും രൂപം കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഒരു വിവാഹത്തിന്റെ CD അല്ലെങ്കിൽ അതിന്റെ പെൻഡ്രൈവ് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ കാഴ്ചകൾ നിർമ്മിച്ചെടുക്കുന്നത്. ധാരാളം ചെലവുകളും ആർഭാടങ്ങളും എല്ലാം ഇന്ന് വിവാഹത്തില് സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില് ഞാൻ നിങ്ങളും വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കേട്ടതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വിവാഹത്തിന്റെ പരിശുദ്ധി, വിവാഹത്തിന്റെ വിശുദ്ധി എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആയിരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക ജീവിതത്തിൽ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്.
ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2 ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിവാഹം ദൈവത്തോടുള്ള കൗദാശിക ബന്ധം. മാരേജ് എ സാക്രമെന്റൽ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. CSI പാരമ്പര്യത്തില് വിവാഹം ഒരു ഉദാശയല്ല. എന്നാൽ ഇതര സഭകൾ 7 ഉദാശകളിൽ ഒന്നായിട്ട് വിവാഹത്തെ കാണുമ്പോൾ CSI അത് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുകയാണ്. സാക്രമെന്റൽ വാല്യൂ, മൂല്യം നൽകുകയാണ്. അതുകൊണ്ട് വിവാഹ ശുശ്രൂഷ ഒരു ഉടമ്പടി ശുശ്രൂഷയാണ്. കൂദാശ പോലെ വിശുദ്ധവും ഉടമ്പടി പോലെ അനുസരിക്കേണ്ടത്. ലോകത്തില് ഏത് ഭാഷയിലാണെങ്കിലും, ഏത് സംസ്കാരത്തിലാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും, ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും വിവാഹം ആഘോഷമാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നമ്മുടെ ഭാരതത്തിലെ വിവാഹം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഉത്തരേന്ത്യയിലെ വിവാഹം പോലെയല്ല ദക്ഷിണേന്ത്യയിലെ വിവാഹം. തമിഴ്നാട്ടിലെ വിവാഹം പോലെയല്ല കേരളത്തിലെ വിവാഹം. എന്തിനു പറയുന്നു? തിരുവനന്തപുരത്തെ കൾച്ചറല്ല കാസർഗോഡ് ഭാഗത്തെ കൾച്ചർ. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും വ്യത്യസ്തതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ആചാരങ്ങൾക്ക്. എന്നാൽ അവിടെ എല്ലാം നിലനിൽക്കുന്നത് വലിയൊരു ആഘോഷമായി തന്നെയാണ്. അപ്പോൾ ആഘോഷത്തിന് കുറവുകളൊന്നും വരുന്നില്ല. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ വിവാഹം മാന്യവും ഏവർക്കും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാണ് എബ്രായലേഖന കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ഒരു സാക്രമെന്റൽ വാല്യൂ നമ്മൾ ഇതിന് നൽകുമ്പോൾ നമ്മൾ ആ വിവാഹത്തിൽ കാണേണ്ട ഒരു ആത്മീയതയുണ്ട്. ദ സ്പിരിച്വാലിറ്റി ഓഫ് മാരേജ്. വിവാഹത്തിന്റെ ആത്മീയതയുണ്ട്. ആ ആത്മീയതയെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഒരു പോസ്റ്റ് കൊളോണിയൽ ലോകത്താണ്, ഉത്തരാധുനിക ലോകത്താണ് ഞാൻ നിങ്ങളുമായിരുന്നത്. ഇവിടെ ഈ വിവാഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയതയെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സാങ്ക്ടിറ്റിയെ പലപ്പോഴും മനുഷ്യൻ അതിൻ്റെ ഗൗരവത്തിൽ നിന്നും മാറ്റിക്കളയും. കൂദാശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷനൊക്കെ നമുക്കറിയാം. അകമേ നാം പ്രാപിക്കുന്ന ദൈവകൃപയുടെ പുറമേയുള്ള അടയാളമാണ്. എന്നാൽ വിവാഹത്തിലൂടെ അദൃശ്യമായ ദൈവകൃപ പ്രസരിക്കപ്പെടുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം ഒരു സംഘടനാപരമായോ യാന്ത്രികമായോ ഉള്ള ഒന്നല്ല, ഒരു ബന്ധമല്ല. പരസ്പരം ഒന്നായി തീരുന്ന ജീവന്റെ അനുഭവമാണ്, ബന്ധമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം കാർമികനായി ഒരു വിവാഹം നടത്തപ്പെടുകയാണ്. അപ്പോൾ ആദാമിനെ ഒരു ഗാനനിദ്ര വരുത്തി അവന്റെ വാരിയിൽ നിന്നൊന്നെടുത്ത് മറ്റൊരു സൃഷ്ടിയെ നിർമ്മിച്ചെടുത്തതിലൂടെ ദൈവം വിവാഹത്തിന്റെ ഉപജ്ഞാതാവായിട്ട് മാറുകയാണ്. ആദ്യമായി ഏദൻ തോട്ടത്തിൽ ഈ വിവാഹ ശുശ്രൂഷ നടത്തിയതും ആശീർവദിച്ചതും ദൈവം തന്നെയാണ്. ജഡീക താല്പര്യത്തിനു വേണ്ടി 2 പേർ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു മാനുഷിക ബന്ധമല്ല കുടുംബബന്ധം, വിവാഹം എന്ന് പറയുന്നത്. മറിച്ച് വിവാഹബന്ധം ദൈവത്താൽ ഊട്ടി ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് തക്കതായ ഒരു തുണയെ നൽകുമെന്നുള്ളതാണ്. എ സ്യൂട്ടബിൾ കമ്പാനിയൻ. പക്ഷെ ഇന്നത്തെ ലോകത്തില് തുണ എന്നതിനേക്കാൾ ഉപരി ഇണയെ തേടിപ്പോകുന്ന ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. മൃഗങ്ങളാണ് ഇണയെ തേടുന്നത്, മനുഷ്യൻ തുണയെയാണ് തേടുന്നത്. വിവാഹത്തിന്റെ സാങ്ക്ടിറ്റി, അതിന്റെ വിശുദ്ധിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോക ക്രമത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നമുക്കറിയാം, ഹോമോസെക്ഷുവാലിറ്റി അതിന്റെ മൂർധന്യാവസ്ഥയിലായിരിക്കുകയാണ്. പുരുഷനും വിവാഹം കഴിക്കാം, സ്ത്രീക്കും നിയമപരമായിട്ട് അനുവാദം കൊടുത്തിരിക്കുകയാണ്.
ഇവിടെയാണ് വേദപുസ്തകത്തിൽ കാണുന്ന വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ആരാധനാക്രമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് അവിവേകമായോ നിസ്സാരമായോ ജഡാഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കരുത്. അപ്പോൾ വിവാഹം വിശുദ്ധമാണ്, ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. ആ വിശുദ്ധിയെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൗദാശിക ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായി കഴിയും. രണ്ടാമതായി പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് മാരേജ് എ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്. വിവാഹം, ക്രിസ്ത്യൻ മാരേജ്, ക്രിസ്തീയ വിവാഹം എ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്. ഇത് ദൈവ സ്നേഹത്തിന്റെ ആഘോഷമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആഘോഷങ്ങൾക്ക് തെല്ലും കുറവില്ലാത്ത നാടാണ് നമ്മുടെ രാജ്യം. ഏതൊരു ചെറിയ ആഘോഷമാണെങ്കിലും അതിനെയൊക്കെ ലോകത്തെ അറിയിക്കുവാൻ നമ്മൾ വളരെ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചെറിയൊരു ഫംഗ്ഷൻ പോലും നമ്മൾ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആഘോഷങ്ങളെ അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. എന്നാൽ സ്നേഹത്തിന്റെ ആഘോഷമാണ് വിവാഹത്തിൽ അന്തർലീനമായിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം, പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരും എന്നത് ഭാര്യാഭർത്തൃ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ്. അപ്പോൾ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുപോലെ ഒരു കുടുംബം എന്ന വ്യവസ്ഥിതിയിലേക്ക് സ്ത്രീയും പുരുഷനും എത്തുകയാണ്. സ്ത്രീയും പുരുഷനും എന്ന സ്റ്റാറ്റസിൽ നിന്ന് ഭാര്യയും ഭർത്താവും എന്ന പൊസിഷനിലേക്ക് അവരെത്തിച്ചേരുകയാണ്. ജോർജ് സി മേഡയിൽ എന്ന് പറയുന്ന ചിന്തകൻ അഭിപ്രായപ്പെടുന്നത്, സ്രഷ്ടാവായ ദൈവത്തോട് ചേർന്ന് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നതിന് ദൈവം മനുഷ്യനിൽ നിഷേധിച്ചിട്ടുള്ള ഒരു ദൈവിക ശക്തിയാണ് ലൈംഗിക ബന്ധം. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വാഴുവിൻ എന്ന ആഹ്വാനം. അപ്പോൾ ഇത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ, വിവാഹ ആരാധനയിൽ പറയുന്നത്, വിവാഹം എന്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടു എന്ന് സൂചിപ്പിക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ട് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ദൈവത്താൽ നൽകപ്പെട്ടതും പ്രകൃതിയാൽ വീണ്ടെടുക്കപ്പെട്ടതുമായ, ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും വിശുദ്ധവുമായ രീതിയിൽ നേർപാതയിൽ നടത്തപ്പെടേണ്ടത്. അപ്പോൾ ഈ ഭൂമിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കണമെങ്കിൽ മാനവരാശി ആവശ്യമാണ്, മനുഷ്യ സമൂഹം ആവശ്യമാണ്, എങ്കിൽ കുടുംബം ആവശ്യമാണ്. കുടുംബം ആവശ്യമെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മോറൽ ലൈഫ് ആവശ്യമാണ്. ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ സ്നേഹത്തിന്റെ പൂർത്തീകരണം ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഉടലെടുത്തെങ്കിൽ മാത്രമേ ഇത് സാധ്യമായി തീരുകയുള്ളൂ. സ്നേഹത്തിന്റെ പൂർത്തീകരണം 2 കാര്യങ്ങളിലാണ് നിലകൊള്ളുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനതിനെ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നു. ഒന്നാമതായി, സ്വന്തം വ്യക്തിത്വത്തെ അറിയുക, ഐഡന്റിഫൈങ് വൺസ് ഓൺ പേഴ്സണാലിറ്റി. താൻ ആരാകുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. വിവാഹം ഉടമ്പടി വ്യക്തിത്വത്തിന്റെ തിരിച്ചറിവിൽ അധിഷ്ഠിതമാണ്, വ്യക്തിത്വത്തിന്റെ തിരിച്ചറിവിൽ അന്തർലീനമാണ്. ഒരു ശരീരം എന്ന ബന്ധമാണ് വിവാഹം ലക്ഷ്യമിടുന്നത്. ഇത് ദൈവം കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒന്ന് സ്വന്തം വ്യക്തിത്വത്തെ അറിയുന്നതിലൂടെയാണ് ആ സ്നേഹത്തിന്റെ ആഘോഷത്തിലേക്ക് ചെന്നെത്തുവാനായി കഴിയുന്നത്. ഒരിക്കലും ഒരു അന്തർമുഖത്വം ഉണ്ടാകുവാനായിട്ട് പാടില്ല. രണ്ടാമതായി, ജീവിത പങ്കാളിയെ അറിയുക എന്നുള്ളതാണ്. നോവിങ് ദ ലൈഫ് പാർട്ട്ണർ. ജീവിത പങ്കാളിയെ അറിയുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തെക്കുറിച്ച് പട്ടക്കാരനോട്, അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ 2ാം ഭാര്യയാണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ 2ാം ഭാര്യയാണ്. അപ്പോൾ
എന്താണെന്നുള്ളത് ചിന്താഗതി വന്നു. അപ്പോൾ ഒന്നാമത്തെ ഭാര്യ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വൈഫ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളായിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അതിൽ ഇഴുകിച്ചേർത്ത് കൊണ്ടുപോവുകയാണ്. ജോലി തിരക്കാകാം, അല്ലെങ്കിൽ നമ്മുടേതായ തിരക്കുകളുടെ മധ്യത്തിലാകാം. പക്ഷേ ഇവിടെ സ്വന്തം പങ്കാളിയെ അറിയുവാനായിട്ട് കഴിയുന്നില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ജീവിത പങ്കാളി എന്നാണ്. മലയാളത്തില് അല്പം കൂടെ ലളിതമായൊരു ഭാഷയുണ്ട്, സഹധർമ്മിണി. സഹധർമ്മിണി ഭാര്യ എന്നതിനേക്കാൾ അല്പം കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ ജീവിത പങ്കാളിയെ അറിയുന്നതിലൂടെ പരസ്പരം സ്നേഹത്തെ പങ്കുവെക്കുവാനായുള്ള ഒരു അനുഭവം ഉടലെടുത്തെങ്കിൽ മാത്രമേ ജീവിതം അർത്ഥമുള്ളതായി തീരുകയുള്ളൂ. ജീവിതത്തിലുള്ളതെല്ലാം പങ്കുവെക്കുന്നത് കൊണ്ടാണ് ജീവിത പങ്കാളിയെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. പരസ്പരം ഷെയർ ചെയ്യുക. ഇന്ന് സംസാരിക്കുവാനുള്ള സമയം ഇല്ലാതായി പോവുകയാണ്. പരസ്പരം സംസാരിക്കുവാനായിട്ടുള്ള സമയം കണ്ടെത്തുവാനായി കഴിയുന്നില്ല. ഭാര്യാഭർത്തൃ സംഭാഷണത്തിന് മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ പറയുന്ന, കിടപ്പറയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണത്തിന് മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. അതിന് പറയുന്ന പേരാണ് തലയണമന്ത്രം. ഈ തലയണമന്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ അതിനെ കാണുന്നത് ഭർത്താവിനോട് അമ്മായിയമ്മയുടെ കുറ്റം ഭാര്യ പറഞ്ഞു കൊടുക്കുന്നതാണ്. ദാറ്റ്സ് റോങ്, തെറ്റാണ്. മറിച്ച് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കിടപ്പറയിലെ സംസാരത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനമാണ് തലയണമന്ത്രം. സംസാരത്തിലൂടെ അറിയുവാനായിട്ട് കഴിയും. നാം ആലയത്തിൽ വെച്ച് വിവാഹ ശുശ്രൂഷ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട്. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മാനിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ എടുക്കുന്ന പ്ലഡ്ജിനോട് നീതി പുലർത്തുവാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ആദമിന്റെ മുമ്പിൽ ഹവ്വ വന്നപ്പോൾ ആദം മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്: ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസവുമാകുന്നുവെന്നാണ്. അപ്പോൾ തനിക്ക് അജ്ഞാതമായിരുന്ന എന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഭാവമാണ് സ്ത്രീയായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന തിരിച്ചറിവാണ് ആദാമിന് ഉണ്ടായത്. അതുകൊണ്ട് സ്നേഹത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് ജീവിത പങ്കാളികളുടെ പരസ്പരമുള്ള തിരിച്ചറിവിനെ ദൃഢമാക്കുന്ന വേദപുസ്തക പദങ്ങളാണ്. അറിയുക, തക്കതായ ഗുണ. അതുകൊണ്ട് സ്നേഹത്തിന്റെ ആഘോഷമായിട്ട് വിവാഹത്തെ മാറ്റുവാനായി കഴിയും. അത് ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറത്തെ ആഘോഷങ്ങളൊന്നല്ല. പലപ്പോഴും ഫോട്ടോ സെഷനും അതുപോലെ തന്നെ ഫുഡും അതിനുശേഷമുള്ള ലവ് സീൻ ഷൂട്ടിങ്ങും ഒക്കെയാണ് പലപ്പോഴും ആഘോഷമായിട്ട് മാറുന്നത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നതും ഈവന്റ് മാനേജ്മെന്റ് പോലെയുള്ളവരാണ് വിവാഹത്തെ നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ അതിനപ്പുറത്ത് അന്ന് ലഭിച്ച ആഘോഷം കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കഴിയണം. അപ്പോഴാണ് പങ്കാളിയെ അറിയുവാനും പരസ്പരം അറിയുവാനും സ്നേഹത്തിന്റെ ആഘോഷം നിലനിർത്തുവാനും ഒക്കെ സാധ്യമായി തീരുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. വിവാഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇതൊരു ഔദാശിക ബന്ധമാണ്, സാക്രമെന്റൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. 2, ഇതൊരു സെലിബ്രേഷൻ ആണ്, സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്, ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. അങ്ങനെയെങ്കിൽ മാരേജ് is a commitment, not emotion. Marriage is a condition,
not agreement. Marriage is a sacrifice, not selfishness. വിവാഹം ഒരു പ്രതിബദ്ധതയാണ്, വികാരമല്ല. വിവാഹം ഒരു അവസ്ഥയാണ്, വ്യവസ്ഥയല്ല. വിവാഹം ഒരു ത്യാഗമാണ്, സ്വാർത്ഥതയല്ല. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ അതെല്ലാം നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. പേജ് നമ്പർ 55. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകത്തിനർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവനുള്ളവരെയും മരിച്ചവരെയും നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ശരീര സഭയിലും സുമാട സംസർഗത്തിലും പാമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. വിളിച്ചു ചൊല്ല് ബാൻസ്. ഈ ഇടവകയിൽ ആഞ്ഞിലിമുട്ടിൽ മിസ്റ്റർ AJ തോമസിൻ്റെയും മിസസ് ആലിസ് തോമസിൻ്റെയും മകൾ ജെസ്സി തോമസും, നീർമേട്ട് CSI വെസ്ലി ഇടവകയിൽ മിസ്റ്റർ P രാമുലുവിൻ്റെയും മിസസ് P സരോജയുടെയും മകൻ P വെങ്കടും തമ്മിൽ വിവാഹം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിപ്പാൻ ആർക്കെങ്കിലും കഴിയുന്നതാകിയാൽ ആയത് രേഖാമൂലം ഇടപെട്ടക്കാരനെ അറിയിക്കണമെന്ന് ഒന്നാമത് പരസ്യം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്നു, നന്നല്ല എന്ന് കണ്ട് തക്കതായി തുണ നൽകുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിവാഹശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള ജെസ്സി തോമസിനെയും വെങ്കടനെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വിവാഹത്തിനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തിരികയെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ്സസ് പ്രീതി ഗബ്രിയൽ, മിസ്റ്റർ ബോബി മാത്യു, മിസ്റ്റർ യോഗനാൻ PM, മിസ്സസ് ജെസ്സി തോമസ്, മാസ്റ്റർ അമിത് ലൂക്ക് ചെറിയാൻ, മിസ്സസ് ചാച്ചിയമ്മ ഫിലിപ്പ്, മിസ്റ്റർ പ്രമോദ് ചെറിയാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം രക്ഷിതാനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ കാലം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി പ്രിയ മക്കളെ വഴി നടത്തിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ജ്ഞാനം വിവേകം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൽ സമർപ്പിക്കുന്ന അതിനെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. വീണ്ടും ഒരു നല്ല വിശുദ്ധ ദിവസത്തിൽ പല സ്ഥലങ്ങളിലും ഇരുന്ന് നമുക്ക് ഓരോരുത്തർക്കും ആരാധിപ്പാൻ തന്ന വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകം മുഴുവനും COVID-19 എന്ന മഹാമാരിയിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകം മുഴുവനും മറ്റ് പ്രകൃതിക്ഷോഭവും അതുപോലെ മറ്റ് അപകടങ്ങളിലും ആയിരിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരെയും ഇത്രയും കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ലോകരാഷ്ട്രങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃ സംസ്ഥാനമായ കേരളത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാം ഇന്നായിരിക്കുന്ന തെലുങ്കാന സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം.
നമുക്ക് തക്ക സമയത്ത് നല്ല നിർദ്ദേശവും മാർഗങ്ങളും പറഞ്ഞു തരുന്ന എല്ലാ നല്ല ഭരണകർത്താക്കളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി നല്ല ശുശ്രൂഷകളും സേവനങ്ങളും ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനും, നഴ്സസിനും, പാരാമെഡിക്കൽ സ്റ്റാഫിനും, അതുപോലെ സോഷ്യൽ വർക്കേഴ്സിനും വേണ്ടി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് വേണ്ടുന്ന നല്ല ആരോഗ്യത്തെയും ബലത്തെയും കൊടുക്കണമെന്ന് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു അവസരത്തിൽ ദൈവമേ, ഹോസ്പിറ്റലായിരിക്കുന്നവർക്കും അതുപോലെ ക്വാറന്റൈനിലുള്ള എല്ലാവർക്കും വേണ്ടി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവരുടെ ഓരോ ഫാമിലി മെമ്പേഴ്സിനെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് മനസ്സിന് വേണ്ടത് ധൈര്യത്തെയും ബലത്തെയും കൊടുത്ത് ദൈവമേ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ടുള്ള എല്ലാ നല്ല കഴിവുകളും കൊടുക്കണമെന്ന് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൈദരാബാദ് സഭയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു അവസരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കൊടുത്ത വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഓർത്തും പ്രാർത്ഥിക്കാം. അതുപോലെ ദേശത്തും വിദേശത്തുമായിരിക്കുന്ന ഓരോ ബന്ധുമിത്രാദികളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ വിവിധ പ്രെയർ ഗ്രൂപ്പുകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ ആരെങ്കിലും രോഗത്താലോ മറ്റു ഭാരത്താലോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും നല്ല കരുതലും കാവലും കൊടുത്ത് അവരെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമെന്ന് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ചർച്ച് കമ്മിറ്റി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ബിൽഡിംഗ് കമ്മിറ്റി ഓർത്ത് പ്രാർത്ഥിക്കാം. ചർച്ച് കൊയറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൂത്ത് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവമേ സൺഡേ സ്കൂളിൽ ഓൺലൈനായിട്ടൊക്കെ കണ്ടക്ട് ചെയ്യുവാനായിട്ട് തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ല ബുദ്ധിയും ജ്ഞാനവുമുള്ള പൈതങ്ങളായിട്ട്, നല്ല താലന്തുള്ള പൈതങ്ങളായിട്ട് വളർന്നു വരുവാനായിട്ട് ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയൊരു ദേവാലയത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ലെത്താനി ചേർന്ന് ചൊല്ലാം. നീതിയിലും സമാധാനത്തിലും അനിഷ്ഠിതമായ ലോക വ്യവസ്ഥതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രപതിക്കും മന്ത്രിമാർക്കും ഗവൺമെന്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. പാടങ്ങളിലും പണിശാലകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഖനികളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കായികമായി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർ, കലാകാരന്മാർക്കും കരകൗശല പ്രവർത്തനങ്ങളിൽ ആതുര ശുശ്രൂഷയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. കഷ്ടത അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും അനാഥർക്കും മദ്യർക്കും രോഗികൾക്കും മരണത്തോട് സമീപിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. ദൈവജനത്തിന്റെ ഐക്യത്തിനു വേണ്ടിയും ലോകത്തിൽ അവരുടെ സേവനത്തിനും സഖ്യത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. സൺഡേ സ്കൂൾ, യുവജന സഖ്യം, സ്ത്രീജന സഖ്യം, ആത്മായ സംഘടന, ഗായക സംഘം, വൈദിക സെമിനാരികൾ, സുവിശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ് എന്നിവയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്കു വേണ്ടിയും, വിശേഷാൽ മോസ്റ്റ് റെവറൻ ധർമ്മരാജ് റസാലം എന്ന നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, മോസ്റ്റ് റെവറൻ ഡോക്ടർ PC സിംഗ് എന്ന ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, മോസ്റ്റ് റെവറൻ ജോസഫ് മാർത്തോമ എന്ന മാർത്തോമ സഭയുടെ മെത്രാപോലിറ്റായ്ക്ക് വേണ്ടിയും, റൈറ്റ് റെവറൻ തോമസ് കെ ഉമ്മൻ എന്ന പേട്രൺ ബിഷപ്പിന് വേണ്ടിയും, റൈറ്റ് റെവറൻ AC സോളമൻ രാജ് എന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും, അവരവരുടെ വിവിധ ശുശ്രൂഷകളിൽ വിശ്വസ്തരാകേണ്ടതിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ നന്മയ്ക്ക്
ശക്തിയും ഘോഷിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കനിയണമേ. ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് മരിച്ചവരുടെ കൂടെ നിന്റെ സന്നിധിയിൽ ഞങ്ങളും നിത്യാനന്ദം അനുഭവിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയെ നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുമുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം താങ്കളുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാതപിടുത്തങ്ങളിലേക്ക് കടന്നു വരുവാനും ആത്മാവിൻ്റെ സത്യത്തിൽ അങ്ങേ ആരാധിപ്പാനും ഒരുക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാഥനെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ CSI സഭയെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിഷപ്പുമാരെയും അവരുടെ ശുശ്രൂഷകളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ തോമസ് കുമ്മൻ തിരുമേനി ഓർത്തു പ്രാർത്ഥിക്കുന്നു. മേഡകഡൈസ് ബിഷപ്പ് AC സോളമരാജ് ബിഷപ്പിനെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഈ നാളിൽ അവിടുത്തെ പ്രിയ മക്കളെ ധാരാളമായ നന്മകളാ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷ പേരിലായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥനെ, ഞങ്ങളുടെ സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റികളെയും ബിൽഡിംഗ് കമ്മിറ്റികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ മക്കളെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും അവിടുത്തെ നല്ല ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഗായസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാളിൽ സ്വർഗീയ ദൂതനോട് ചേർന്ന് നിൻ്റെ മക്കളും അവിടെ പാടുവാൻ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. അധികമായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ നാളുകൾ നടത്തപ്പെടുന്ന ബൈബിൾ സ്റ്റഡിയൊക്കെയും അനുഗ്രഹമായി തീരുവാൻ അവിടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂത്ത് മൂവ്മെൻ്റ് എന്നെ ദൈവം സമർപ്പിക്കുന്നു. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സഭയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിദേശത്തായിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഒരു ദേവാലയത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വിധിനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. വാർദ്ധക്യസഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ദൈവം സമർപ്പിക്കുന്ന അതിനെ ആരോഗ്യത്തോടെ ബലത്തോടെ ഈ നാളുകളായിരിക്കാൻ ശക്തിയിരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പങ്കുവെച്ച പ്രിയ അച്ഛനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഈ കാലഘട്ടത്തിൽ COVID-19 സമൂഹ യവനത്താൽ പലയിടങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം സമർപ്പിക്കുന്ന അതിനെ കേരളത്തിൽ കർത്താവെ കാലവർഷക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ ഈ നാളുകൾ നിൻ്റെ മക്കളെല്ലാം ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെയും ദൈവങ്ങളെ അവിടെ നിന്ന് സമർപ്പിക്കുകയാണ് നാഥനെ. കർത്താവ് ഈ നാളുകളിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ. ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന CI ജേക്കബ് പങ്കളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സ്തോത്രം. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന ലോർഡ്സ് പ്രയർ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. സ്വർഗസ്ഥനായുള്ള പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ശബ്ദം പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർത്താ ദുഷ്ടങ്ങൾ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസം സ്വർഗവും നാം എല്ലാവരോടും ഇന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.